ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഫേസ് പാക്ക് തന്നെയാണ്. ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൾട്ടാണി മീട്ടി വെച്ചിട്ട് നമുക്ക് ഒരു 3-4 തരത്തിലുള്ള പാക്കുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരവരുടെ സ്കിൻ ഏതാണോ അതിനനുസരിച്ചുള്ള പാക്കുകൾ ഇടാൻ നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതും വിചാരിച്ച് മുൾട്ടാണി ഡെയിലി അങ്ങനെ മുഖത്തിടാനൊന്നും പാടില്ല. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർ അങ്ങനെ ഡെയിലി മുഖത്തിടാൻ പാടില്ല കേട്ടോ. ഇത് ഇപ്പം നമ്മുടെ സ്കിന്നിലത്തെ ജലാംശം വലിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖം ക്ലിയർ ആക്കാനും പിഗ്മെന്റേഷൻ മാറ്റാനും എല്ലാത്തിനും വളരെ നല്ലതാണ് മുൾട്ടാണി മിട്ടി. പക്ഷെ ഇതിന് ഓവറായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ദോഷം വല്ലാതെ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടാനൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൾട്ടാണി കുറച്ച് മഞ്ഞളും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തിടാം. അത് ടാൻ പോവാനും മുഖം ഒന്ന് ഗ്ലോയിങ് ആവാനൊക്കെ ആയിട്ട് ഇതിൽ ഏത് പാക്ക് ഇട്ടാലും മുഖം ഗ്ലോയിങ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇതിൽ ചേർക്കണ നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഓരോ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ടാൻ പോവാനായിട്ട് നിങ്ങൾ ആദ്യം മഞ്ഞളും ഇച്ചിരി മഞ്ഞൾ, നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള സാധാരണ ഇച്ചിരി മഞ്ഞളും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി പൗഡറും പാലും കൂടിയിട്ട്, അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ തൈരോ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മുൾട്ടാണിയും അലോവേരയുടെ ജെല്ലും. സ്കിൻ നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ടിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മുൾട്ടാണിയും അലോവേര ജെല്ലും കേട്ടോ. അടിപൊളിയാണ്. അലോവേര ജെല്ല് തന്നെ മുഖത്തിട്ടാലും നമ്മളൊരു മോയ്സ്ചറൈസ് പോലെ നമ്മൾ പാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുഖത്തിട്ടാലും നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മുൾട്ടാണിയുടെ കൂടെ നമുക്ക് ഒരു 2-3 തുള്ളി ലെമൺ ജ്യൂസ് തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേക്കാം. ഡ്രൈ സ്കിന്നുകാർ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് തേക്കുകയാണ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്കൊന്നും കൂടി മുൾട്ടാണിയുടെ ഡ്രൈയും നാരങ്ങയുടെ ഒരു ആ ബ്ലീച്ചിങ് എഫക്റ്റും ആ ഒരു ഡ്രൈനെസ്സും കൂടി ആകുമ്പോൾ അത് അവരുടെ സ്കിന്നിന് മോശം ചെയ്യും. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ളത് മുൾട്ടാണിയും നമ്മുടെ തൈരും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അവർക്ക്. അത് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് പറയുന്നു, ഡെയിലി നമ്മൾ മുൾട്ടാണി പാക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ മുൾട്ടാണിയുടെ പൊടിയും അരിപ്പൊടിയും തേനും കൂടിയിട്ട് മിക്സ് ചെയ്യുക. 4 കൂട്ടം ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക, മുൾട്ടാണി എടുക്കുക, നമ്മുടെ അരിപ്പൊടി എടുക്കുക, തേൻ, നല്ല തേൻ, വേറെ ഈ ശർക്കര പാനിയൊന്നുമല്ല, നല്ല തേനും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഒരു ക്രീം പരുവത്തിലേക്ക് ആക്കി വെച്ചിട്ട് ഇത്തിരി ലൂസിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നരാടം വിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇതിട്ടാ ഈ ലാസ്റ്റ് പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നരാടം വിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. കിഡ് റിസൾട്ടാണ്. ബീട്രൂട്ടിൻ്റെ റിസൾട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മുൾട്ടാണി വെറുതെ റോസ് വാട്ടറിൽ കുഴച്ച് മുഖത്തിട്ടാലും അടിപൊളിയാണ് കേട്ടോ. അതും ഒരു ഓപ്ഷനാണ്. അപ്പം മുൾട്ടാണിക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നത്. ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാക്കും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരമില്ല, വേറെ പുറത്ത് പോയിട്ട് നമുക്കൊന്നും ചെയ്യാം. പുറത്ത് പോയിട്ട് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അപ്പോഴത്തെ ഒരു ഗ്ലോയിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് നാശവും. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ക്രീമുകളൊക്കെ മേടിച്ച് തേക്കുന്നത് അതൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കുക കേട്ടോ. നമ്മുടെ സ്കിന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും മോശമായിക്കൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്നുള്ള ഗ്ലോയിങ്ങും കളറിങ്ങും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാകും. പക്ഷേ കാലക്രമേണ സ്കിന്നിന് വളരെയധികം മാറ്റം വരും കേട്ടോ. ഞങ്ങളെന്നല്ല, ഞാനൊന്നും ആ ഒരു പരിപാടിക്കേ നിൽക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രായത്തിൽ നമ്മുടെ സ്കിന്നിന് ഒരു കേടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നിങ്ങൾക്കും നല്ല പോലെ അറിയാം കേട്ടോ. നാച്ചുറൽ പാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് നമുക്ക് 60 രൂപ 70 രൂപയൊക്കെ ഉള്ളൂ. ഇഷ്ടം പോലെ ഒരു 6-7 പാക്കറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ എവിടേക്കെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ നിങ്ങൾക്ക് ഒരു പാക്ക് ഇടണം തോന്നുകയാണെങ്കിൽ മുൾട്ടാണിയുടെ പാക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ഇന്നിപ്പോൾ ഒന്നും ചെയ്ത് കാണിക്കാനുള്ള ഒരു ടൈമില്ല. ഞാൻ ഇന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടിക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മുൾട്ടാണിയുടെ ഈ പാക്കുകളുടെ കാര്യം പറഞ്ഞത്. ഒരുപാട് സംശയങ്ങളുണ്ട് മുൾട്ടാണിക്ക് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ മോളുടെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ഈ ഒരു സാധനം നമുക്ക് നല്ല റിസൾട്ട് കിട്ടണതുകൊണ്ട് അവർ ഡെയിലി ഈ ഒരു പാക്കാണ് അത്ര. മോൾ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് കാരണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ ഈ ഒരു പാക്ക് ഡെയിലി ഇടാത്രേ. അപ്പോൾ അവർക്ക് നല്ല ദിവസം ചെല്ലുന്തോറും അവരെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആവുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് സ്കിന്നിലത്തെ ജലാംശം പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും അവർ ചെയ്യണില്ല. പിന്നെ നമ്മൾ ഏതൊരു പാക്ക് ഇടായാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ മോയ്സ്ചറൈസ് നിർബന്ധമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ നാച്ചുറൽ പാക്ക് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇച്ചിരി കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക. സ്കിന്നിലത്തെ ഡ്രൈനെസ് വരാണ്ട് നോക്കുക കേട്ടോ. ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ക്ഷീണമാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയും പോവും, മുഖം ഡ്രൈ ആവും, കൈയും കാലൊക്കെ ചുളിച്ചിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളിച്ചിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കയ്യിൻ്റെ എക്സർസൈസിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. 2-4 ദിവസം ഉൾപ്പെടാൻ തോന്നുന്നു ഇട്ടുണ്ടായിരുന്നല്ലോ. അത് ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേർക്ക് വേദനകൾ കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല നമുക്ക് ഈ ജോയിൻറ്റുകളിലൊക്കെ വേദനകൾ എന്തിൻ്റെയാണെന്നുള്ളത് ഒരു പിടുത്തം കിട്ടാണ്ട് നിന്നിരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ദിവസത്തേക്ക് നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്കാണ് നമ്മൾ ആ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചുള്ളൂ. പക്ഷേ അതിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വേദനകളൊക്കെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിലായാലും നമുക്കിവിടെ കമൻറ്റിലായാലും വന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.